ഹലോ മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡ്രോയിങ്ങിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് വിശദീകരിക്കുന്നത്, രണ്ടാമത്തെ ലെസ്സൺ. സോ ഒന്നാമത്തെ പാഠഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഒരു പേപ്പറിൽ പെൻസിൽ എടുത്തിട്ട്, ഏത് പെൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ HP പെൻസിൽ നല്ലൊരു ഓപ്ഷനാണ് HP പെൻസിൽ. അതുപോലെ തന്നെ ചാർക്കോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ EE എന്ന് പറയുന്ന വളരെ വില കൂടിയൊരു പെൻസിലുണ്ട്, 50 രൂപ എങ്ങനെ വിലയാണ്, അത് ഉപയോഗിക്കാം. പക്ഷേ പെൻസിൽ ഏതാണെന്നുള്ളതിലപ്പുറം കുറച്ച് നിറമുള്ളൊരു പെൻസിൽ, ഓക്കെ, HP പെൻസിൽ വളരെ നല്ലത്, എപ്പോഴും ആർക്കും അവൈലബിൾ ആണ്. സോ അത് ഉപയോഗിച്ചുകൊണ്ട് ഓവൽ ഷേപ്പുകൾ ധാരാളമായിട്ട് നിങ്ങൾ ഇട്ടു. അതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. സംഗീതത്തിൽ സാധകം പോലെ നമ്മുടെ സ്വരങ്ങൾക്ക്, ഗാനങ്ങൾക്ക് ഒരു ഫ്ലോ കിട്ടും എന്നതുപോലെ ഡ്രോയിങ്ങിൽ നമ്മുടെ ലൈൻസിൻ്റെ ഫ്ലോ കിട്ടുന്നത്, റിഥം കിട്ടുന്നതൊക്കെ ഓവൽ ഷേപ്പുകളുടെ ഈ പ്രാക്ടീസിലൂടെയാണ് നമുക്ക് അത് എളുപ്പത്തിൽ ആർജിക്കാൻ കഴിയും. സോ ഇത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ രണ്ടാമത്തെ ലെസൺ ആരംഭിക്കാം. എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും, അല്ലേ? നിങ്ങൾ ഏതൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ അതിന് ഷേപ്പ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു മെഴുകുതിരി ആണെങ്കിൽ എന്നല്ല, ഒരു മെഴുകുതിരി വരയ്ക്കുകയാണെങ്കിൽ അതിന് ഒരു സിലിണ്ടറിക്കൽ ഫോം ഉണ്ട്, ഓക്കെ. അതല്ല, നിങ്ങളൊരു പുസ്തകമാണ് വരയ്ക്കുന്നതെങ്കിൽ ആ പുസ്തകത്തിന് ഒരു ബോക്സ് ഷേപ്പ് ഉണ്ട്, അല്ലേ? അങ്ങനെ എന്ത് ഒബ്ജക്റ്റുകളാവട്ടെ, നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളിലും നോക്കുക, അതിനൊക്കെ ഒരു ജോമെട്രിക് ഷേപ്പുകളുണ്ട്. ആ ജോമെട്രിക് ഷേപ്പ് ഒന്നില്ലെങ്കിൽ അതൊരു സ്ഫിയർ ആയിരിക്കാം, ഉരുണ്ട പന്ത് പോലെയുള്ളൊരു ഗോളമായിരിക്കാം. ഇതൊരു സർക്കിളല്ല, ഒരു 2D സർഫസ് അല്ല, ഇത് ഇങ്ങനെ ഉരുളിപ്പുള്ളൊരു സാധനമാണ്. അങ്ങനെ വേണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചില ഒബ്ജക്റ്റുകളുടെ ഷേപ്പ് എന്ന് പറയുന്നത് ബോക്സ് ആയിരിക്കാം, ഓക്കെ. അതിനൊരു ബോക്സ് ഷേപ്പ് ഉണ്ടാകാം, അല്ലെങ്കിൽ അതിനൊരു കോൺ ഷേപ്പ് ഉണ്ടാകാം. ഇപ്പോൾ ഐസ്ക്രീം ബോട്ടിൽ അല്ലെങ്കിൽ പേനയുടെ നിബ്ബൊക്കെ ആണെങ്കിൽ അതിനൊരു കോൺ ഷേപ്പ് ഉണ്ടാക്കാം. അതും അല്ലെങ്കിൽ അതിനൊരു സിലിണ്ടർ ഷേപ്പുകളുണ്ടാകും, ഓക്കെ. അങ്ങനെ പല എന്താ പറയുക, സാധ്യതകൾ നമ്മുടെ ഒബ്ജക്റ്റുകളുടെ ഷേപ്പിലുണ്ടാകും. ഇപ്പോൾ നിങ്ങളൊരു മൊബൈൽ ഫോൺ, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അതൊരു പരന്ന ബോക്സാണ്. നിങ്ങളുടെ ടേബിൾ ഒരു ബോക്സ് ഷേപ്പാണ്, കസേര ഒരു ബോക്സ് ഷേപ്പും മുകളിലേക്ക് ഒരു പ്ലെയിനുമാണ്, ഡോർ ഒരു പരന്ന ബോക്സാണ്, ഓക്കെ. ഹ്യൂമൻ ഹെഡ് ആണെങ്കിൽ, ഹ്യൂമൻ ഹെഡ് നമ്മൾ വൃത്തത്തിന് താഴേക്ക് കുറച്ച് നീണ്ട് കിടക്കുന്ന ഒരു ഒബ്ജക്റ്റ് പോലെയാണ് ഹ്യൂമൻ ഹെഡ് കിടക്കുന്നത്. സോ എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഒരു 3D ഷേപ്പ്, ഒരു ജോമെട്രി ഷേപ്പ് അതിനുള്ളിലുണ്ട്. ആ ഒരു ഷേപ്പ് അതിനുള്ളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വരക്കുമ്പോഴാണ് നമ്മൾ വരക്കുന്ന ചിത്രത്തിന് ഒരു വോള്യം ഉണ്ടാകുന്നത്. വോള്യം മലയാളത്തിൽ അതിന് നമുക്ക് എന്ത് പറയാം, വ്യാപ്തം, അല്ലെങ്കിൽ ഒരു ഉരുണ്ട് കിടക്കുന്നൊരു ഷേപ്പ് ഉണ്ടാവുകയാണ്. അപ്പം നമ്മുടെ ചിത്രങ്ങൾക്കും അത്തരത്തിലുള്ള വോള്യം ഉണ്ടാകാം. അല്ലെങ്കിൽ വോള്യം ഇല്ലാത്ത ചിത്രം എങ്ങനെയിരിക്കും? അത് ഫ്ലാറ്റ് ആയിരിക്കും, ഓക്കെ. നമുക്ക് ഫ്ലാറ്റ് അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് വോള്യമാണ്. സോ വോള്യം ഉണ്ടാകുന്നതിൻ്റെ ഫസ്റ്റ് പടി നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള ഷേപ്പിനെ, ജോമെട്രിക് ഷേപ്പിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജോമെട്രിക് ഷേപ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിന് XYZ കോർഡിനേറ്റ്സുകൾ ഉണ്ടാകും. ഒരു വൃത്തമാണെങ്കിൽ അതിന് സൈഡിലേക്കും, വൃത്തമല്ല ഒരു സ്ഫിയർ ആണെങ്കിൽ അതിൻ്റെ മുന്നിലേക്കും പിന്നിലേക്ക്, അതിനൊക്കെ നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ എടുത്ത് ഉരുട്ടാൻ കഴിയും. ബോക്സ് ആണെങ്കിൽ അതിന് നീളമുണ്ടാവും, വീതി ഉണ്ടാവും, ഉയരമൊക്കെ ഉണ്ടാവും, എല്ലാത്തിനും അതുണ്ടാകും. സോ നമ്മുടെ ഒബ്ജക്റ്റുകളൊക്കെ ആ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ വരയ്ക്കുന്നതും മനസ്സിലാക്കുന്നതും. പക്ഷേ നമ്മൾ നേരിട്ട് അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആവും, ഇതിനെ കൊണ്ട് കഴിയില്ല എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ചാപ്റ്ററിൽ അതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഡ്രോയിങ് മെത്തേഡ് നമ്മളിനി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു ഒബ്ജക്റ്റിന് ഉള്ളിലുള്ള ജോമെട്രിക് ഷേപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോം നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം, ഞാനൊരു താറാവിനെ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഹെഡ് ഒരു ഓവൽ ഷേപ്പ് ഞാൻ കാണും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കഴുത്തുണ്ടാവും, അല്ലേ? അതുപോലെ തന്നെ അതിൻ്റെ ബോഡി, മാസ് ഏരിയ ഇങ്ങനെ കൊടുക്കുന്നു. ചുണ്ടിന് നമ്മൾ ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നു, രണ്ട് കാലുകൾ നമ്മൾ കൊടുക്കുന്നു, ഓക്കെ. താറാവിൻ്റെ ഒരു ബേസിക് ഷേപ്പ് നമുക്ക് കിട്ടി, ഒരു ബേസിക് പോസ്, അല്ലെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടി, ഒരു സിൽ ഔട്ട് ഫോം.
അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഒക്കെ ഈ ഒരു ലെവലിൽ നമ്മൾ ഡ്രോയിങ്ങിനെ എത്തിക്കുന്നത് ഈ ഒരു ലെവലിലേക്കാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ ഡ്രോയിങ്ങിനെ കൊണ്ടുപോകുന്നത്. അഥവാ നിങ്ങൾ വരക്കാൻ പോകുന്നത് ഒരിക്കലും നിങ്ങളോട് ഇപ്പോൾ ഒരു താറാവിനെ വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് ആദ്യം താറാവിൻ്റെ കണ്ണ് വരച്ച്, പിന്നെ ഹെഡ് വരച്ച്, അത് കഴിഞ്ഞ് അതിൻ്റെ കൊക്ക് ഇങ്ങനെ വരച്ച്, ഇങ്ങനെയല്ല നിങ്ങൾ വരക്കാൻ പോകുന്നത്. മറിച്ച് നിങ്ങൾ വരക്കാൻ പോകുന്നത് താറാവിൻ്റെ ഹെഡ് കഴിഞ്ഞു, കൊക്ക് കഴിഞ്ഞു, കഴുത്ത് കഴിഞ്ഞു, ബോഡി നിങ്ങൾ അതിലേക്ക് വരക്കുക. അങ്ങനെയാണ് വരക്കാൻ പോകുന്നത്. മറിച്ച് നിങ്ങൾ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വരക്കാൻ കഴിയുന്ന ആളുകൾക്ക് വരക്കാം, നന്നായിട്ട് എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്ക് നേരിട്ടത് വരക്കാം. പക്ഷേ നിങ്ങളോട് ഒരു കുട്ടിയെ വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കുട്ടിയുടെ പുരുക ആദ്യം വരച്ച്, പിന്നെ കണ്ണൊരു ഭാഗം തുടങ്ങി, അപ്പുറത്തെ ഭാഗം തുടങ്ങി, നിങ്ങൾ ഫിനിഷ്ഡ് ഡ്രോയിങ് ആണ് വരക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഫിനിഷ്ഡ് ഡ്രോയിങ്, ഫിനിഷിംഗ് ആയിട്ടുള്ള ലൈനുകളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഡ്രോയിങ് തുടങ്ങുന്നത് 3 സ്റ്റെപ്പുകളാണ്. ഓക്കെ, 3 സ്റ്റെപ്പുകളിലാണ് നമ്മുടെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കെച്ച്. നിങ്ങൾ ആദ്യം സ്കെച്ച് ചെയ്യണം, പിന്നെ ബ്ലോക്ക് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേജ് ബ്ലോക്കിംഗ്. അഥവാ നിങ്ങളതിൽ കണ്ണെവിടെയാണ്, മൂക്ക് എവിടെയാണ്, വിരലുകൾ എവിടെയാണ്, അതിൽ ഫ്രണ്ട് ഏതാണ്, കാൽപാത എവിടെയാണ്, ഇങ്ങനെ ഓരോ പാർട്ടും നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ് ഫിനിഷിങ്. ഫിനിഷിങ്ങിലാണ് എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളൊരു ചിത്രം വരക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് പേപ്പറിൽ ഉന്നം വെക്കുന്നത് എന്താണ്? ഒരു ഫിനിഷിങ് ഡ്രോയിങ് ആണ്. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഈ സ്റ്റേജുകളൊന്നും പഠിക്കാതെ കടക്കാതെ നേരിട്ട് ഫിനിഷിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ ഫെയിലാവും, സ്വാഭാവികം. അപ്പോൾ നമ്മുടെ പ്രാക്ടീസിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ഫിനിഷിങ്ങിനെ നിങ്ങളിപ്പം മുന്നിൽ കാണരുത്. ഫിനിഷിങ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ്. നമ്മൾ ആദ്യം സ്കെച്ചിങ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, സ്കെച്ചിങ്ങിന് ശേഷം നമ്മൾ ബ്ലോക്കിങ് പഠിക്കും. ബ്ലോക്കിങ്ങിന് ശേഷം നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിനിഷിംഗ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരാം. സോ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ സ്കെച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സ്കെച്ചിങ് ആണ് നമ്മുടെ ആദ്യ സ്റ്റേജ്. അപ്പോൾ സ്കെച്ചിങ്ങിൻ്റെ ബാലപാഠമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ജസ്റ്റ് നിങ്ങൾ വരക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ലൈൻ ഉദ്ദേശിക്കാതെ, അതുപോലെ നിങ്ങളിപ്പോൾ താറാവിൻ്റെ ഹെഡ് ഞാൻ നേരത്തെ വരച്ച പോലെ ഇങ്ങനെ ഒരു വട്ടം വരക്കാൻ പറഞ്ഞപ്പോൾ ഒരു വട്ടം ഇങ്ങനെ വരച്ച് കഴിഞ്ഞു. പിന്നെ കൊക്ക് വരക്കാൻ പറഞ്ഞപ്പോൾ കൊക്ക് വരച്ച്, ഇനി കഴുത്ത് വരക്കാൻ പറഞ്ഞപ്പോൾ കഴുത്ത് വരച്ച്. കാണാൻ നിങ്ങൾക്ക് തോന്നും ഇത് ഓക്കെയാണ്, ഭംഗിയുണ്ട്. ഇങ്ങനെ ഭംഗിയിൽ വൃത്തിയാക്കി വരച്ചാൽ ഡ്രോയിങ് ആകുള്ളൂ എന്നൊക്കെ നമുക്ക് ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കിത് മാറ്റിയേ തീരൂ. നമുക്കത് അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുനടക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഹെഡാണ് വരക്കാൻ പോകുന്നത്, നിങ്ങൾ ഇങ്ങനെ വരക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇതാണ് ഹെഡ്. ഒരു 5-10 വരയ്ക്കാൻ അതിൻ്റെ മുകളിലൂടെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വരക്കും. കൊക്കാണോ നിങ്ങൾ ഒറ്റയടിക്ക് ഇടുന്നില്ല, മറിച്ച് ഓക്കെ കഴുത്ത് നിങ്ങൾ 2 ലൈൻ നിർത്തുന്നില്ല, മറിച്ച് ഒരു ലൈന് വരക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ 3-4-5 ലൈന് വരക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഈ ഒരു കുത്തിവര ഉണ്ടല്ലോ, അതിനുള്ളിൽ നമ്മൾ അതിൻ്റെ യഥാർത്ഥ ഷേപ്പ് കണ്ടെടുക്കും. ഏതുപോലെ നിങ്ങളോട് ഒരു കറക്റ്റ് വൃത്തം വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കുറേ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ ഒരു വൃത്തം കാണാം. അതേസമയം നിങ്ങൾ ആദ്യം തന്നെ ഒരു വൃത്തം നേരെ വരക്കാൻ പോയി കഴിഞ്ഞാൽ അത് പാളിപ്പോകും. പക്ഷെ നിങ്ങൾ ഒരുപാട് വൃത്തങ്ങൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ നല്ലൊരു വൃത്തം ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുന്നതാണ് നമ്മുടെ ഫിനിഷിങ്. ഓക്കെ, സോ നമ്മുടെ പ്രാക്ടീസിങ് എന്താണ്? ഇറ്റ്സ് സിമ്പിൾ. നമ്മൾ ഇൻ്റർനെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, ബേർഡ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പിക്ചർ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്ന കാക്കകൾ. അപ്പോൾ കാക്കകളെ എങ്ങനെ നമുക്ക് വരയ്ക്കാം? കാക്കകളെ വരക്കുന്നത് നമ്മളിത് പറഞ്ഞ ഈ സ്കെച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചാണ്. നമ്മൾ കാക്കയുടെ തലക്കുള്ളിൽ നമുക്കൊരു റൗണ്ട് അല്ലെങ്കിൽ സ്ഫിയർ കാണാം. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പം നമ്മൾ 3D ആയിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നില്ല, മറിച്ച് 2D സർഫസ് ആയിട്ടാണ് നമ്മളിപ്പോൾ അതിനെ സ്കെച്ചിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2D സർക്കിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ റൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ബോഡിക്കകം ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ആദ്യം
കാക്കയുടെ തല വരച്ചു. ഞാൻ പറഞ്ഞു ഒരൊറ്റ ലൈനിൽ നമ്മൾ വൃത്തം നിർത്തുന്നില്ല, കുത്തി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് താഴെ നമുക്ക് വേണമെങ്കിൽ ഒരു കഴുത്ത് ഇങ്ങനെ ആഡ് ചെയ്യാം. ഒരു സിലിണ്ടർ ഷേപ്പിൻ്റെ 2 എഡ്ജുകൾ വരക്കുന്ന പോലെ. നമ്മളിപ്പോൾ നേരെ ഇങ്ങനെയാണ് സിലിണ്ടർ ഷേപ്പ് വരച്ചത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഒരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്യാം. ഈ സിലിണ്ടറിനെ നമ്മൾ വളച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാവും അല്ലേ. എന്നുപോലെ കാക്കയുടെ കഴുത്ത് നമ്മൾ വരച്ചു. പിന്നെ രണ്ടാമത്തെ ഓവൽ ഷേപ്പ് നമ്മൾ ഇങ്ങനെ കുത്തി വരയാണ്. ഇതോടുകൂടി ബോഡിയായി. ഇനി വാല്, അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ബോക്സ്, ഒരു പ്ലെയിൻ ഷേപ്പ് നിങ്ങൾക്ക് കാണാം. കൊക്ക് നിങ്ങൾ ഇങ്ങനെ ഇട്ടു. കാല് അതുകൊണ്ട് ഈർക്കിളിക്കാലുകൾ, അതുപോലെ തന്നെ എന്താണ്, അത് സിലിണ്ടറാണ്, പക്ഷെ നമുക്കത് സിമ്പിളായിട്ട് ഇങ്ങനെ വരക്കാം. ഇപ്പം നമ്മുടെ കാക്ക നമ്മൾ വരച്ചു കഴിഞ്ഞു. ബേസിക് സ്കെച്ച് നമ്മൾ കഴിഞ്ഞു. എത്രയേ ഉള്ളൂ. ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഈസിയാണ്. നിങ്ങളൊരിക്കലും ഈ പിക്ചറിന് വരക്കാൻ പറയുമ്പോൾ ആദ്യം കണ്ണ് വരച്ച് അതിൻ്റെ കൊക്ക് വരച്ച് പിന്നെ കഴുത്തിലേക്ക് വന്ന് ഇങ്ങനെ ഓരോ പാർട്ടും ചിറകുകളൊക്കെ നിങ്ങൾ നന്നാക്കി വരക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, നിങ്ങൾ പരാജയപ്പെടും. കാരണം നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പറയുമോ ഞാൻ എത്ര വരച്ചിട്ടും നന്നാണില്ല, അപ്പോൾ നിങ്ങൾ അടുത്ത പേജ് എടുത്ത് ഒന്നും കൂടി വൃത്തിയാക്കി വരക്കാൻ നോക്കും. അതിലും നിങ്ങൾ ഫെയിൽ ചെയ്യും. അടുത്ത പേജ് എടുത്തിട്ട് ഇതൊന്നും വരച്ചിട്ട് ശരിയാവുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അതങ്ങനെ താഴ്ന്ന് ഒലിച്ചങ്ങോട്ട് പോയിട്ട് നിങ്ങൾ അവസാനം പേനയും പേപ്പർ വലിച്ചിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞ പണിയല്ല എന്നുള്ള തീരുമാനത്തിലെത്തും. സോ പകരം നിങ്ങൾ നിങ്ങളുടെ പേപ്പർ എടുക്കുക. വളരെ ഫ്രീ ആയിട്ട്, ആരും നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, വരക്കുന്നു. ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ വരക്കുക. അഥവാ നമ്മൾ ഫിനിഷിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നതില്ല, മറിച്ച് നമ്മൾ ഓവൽ ഷേപ്പിലൂടെ ആ ഒരു ഫിഗറിനെ കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എപ്രകാരമാണോ ഓവൽ ഷേപ്പുകൾ വരച്ചത്, ആ ഒരു സ്പീഡ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വരച്ചു കൂട്ടി, ആ ഒരു സ്പീഡിൽ തന്നെ നിങ്ങളുടെ പെൻസിൽ പേപ്പറിൽ ഇങ്ങനെ ഖറ എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അടിച്ച് മിന്നി വരക്കണം. ആ ഒരു സ്പീഡ് നിങ്ങൾ അക്വയർ ചെയ്യാൻ ശ്രമിക്കുക, ആർജിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് കാക്കയാണ്. നമ്മൾ കാക്ക പോലെ മറ്റൊരു ജീവി, എൻ്റെ പേരെന്താണോ, നല്ല സ്റ്റൈലനായിട്ടുള്ളൊരു കുരുവിയാണ്. അപ്പോൾ അതിങ്ങനെ വരക്കും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു ഹെഡിൻ്റെ അവിടെ ഒരു സ്ക്വയർ കാണുന്ന ഒരു വൃത്തം, സ്ഫിയർ നമ്മൾ കാണുന്നില്ല. അതിനുള്ളിൽ തന്നെ വലിയൊരു സ്ഫിയർ വേറെയും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം വലിയ സ്ഫിയർ വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ സ്ഫിയർ, ഒറ്റ വട്ടമല്ല. എന്നിട്ട് അതിന് മുകളിൽ ചെറിയ ഹെഡ്, അതുപോലെ തന്നെ അതിൻ്റെ കൊക്ക്. പിന്നെ നമ്മൾ അതിൻ്റെ വാലിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. അതിൻ്റെ ചിറക് നമ്മൾ ഇവിടെ വരച്ചു, കാലുകൾ നമ്മളിവിടെ വരച്ചു. ഓക്കെ, നമ്മുടെ കുരുവിയെ നമ്മൾ ഇങ്ങനെയാണ് കണ്ടെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുത്തി വരഞ്ഞിട്ടാണ് നമ്മളെ പേപ്പറിൽ നമ്മുടെ ചിത്രങ്ങളൊക്കെ കാണേണ്ടത്. നമ്മൾ ഭയങ്കര വൃത്തിയിൽ, ഒന്നും തെറ്റാതെ, ഒന്നും മായ്ക്കാതെ, നല്ല വൃത്തിയായിട്ട്. എന്തെങ്കിലും തെറ്റുമ്പോഴേക്കും എറേസർ എടുത്തിട്ട് ആ ഭാഗം മായ്ച്ച് കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് വരക്കുന്ന ഏർപ്പാടേ നമുക്കില്ല. നമ്മൾ എറേസർ ഉപയോഗിക്കുന്നേ ഇല്ല ഈ സ്റ്റേജിൽ. നമ്മൾ കംപ്ലീറ്റ് കുത്തി വരച്ചിട്ടാണ് നമ്മൾ ചിത്രങ്ങൾ വരക്കുന്നത്. മറ്റൊരു പക്ഷി, നമ്മൾ ഹെഡിൻ്റെ ചെറിയ വട്ടം ഇട്ടു, പിന്നെ കഴുത്ത് വരച്ചു, അതുപോലെ തന്നെ ബോഡിയുടെ ഓവൽ ഷേപ്പ് വരച്ചു, വാലിലേക്ക് വന്നു, ചിറക് നമ്മൾ എല്ലാം കുത്തിവരായിട്ടാണ് നമ്മൾ വരക്കുന്നത്. നമുക്കതിൻ്റെ പോസിൻ്റെ എസൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മളൊരിക്കലും ഫിനിഷിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നതില്ല. ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ വരക്കണം എന്നില്ല. നമുക്ക് അറിയാതെ കണ്ണ് വരച്ച് പോയി എന്നുള്ളത് പ്രശ്നവുമില്ല. ഓക്കെ, അത് ഒരു പക്ഷേ അതുപോലെ ആവാതിരിക്കാം, വിഷയമല്ല. നിങ്ങൾക്ക് അതിനെ പല രൂപങ്ങൾ തുടങ്ങും. ഇപ്പോൾ നേരത്തെ നമ്മൾ സ്ഫിയർ വരച്ചിട്ടാണ് തുടങ്ങുന്നത്. നമുക്ക് നേരെ ഈ ഒരു ലൈൻ വരച്ചിട്ട് ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പെൻസിൽ വെറുതെ പേപ്പറിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയം നമ്മൾ ഒഴിവാക്കിയത്. നമ്മളങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കണം. അതിൽ നോക്കി ഇവിടെ അങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. ഈ രൂപത്തിൽ നമ്മൾ സ്കെച്ച് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ പേപ്പറിൽ നിങ്ങളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഒരു പിക്ചർ മുമ്പിൽ വെക്കുന്നു. അത് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. അഥവാ ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്
ഒരു റൂമിനുള്ളിൽ അങ്ങനെ ഇരുന്നിട്ട് എവിടെയും നോക്കാതെ കാണാതെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വരക്കണം. എന്നാലേ എന്താവുള്ളൂ, ഡ്രോയിങ്ങിൻ്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടുള്ളൂ. അഥവാ ആരും എവിടെയും നോക്കാതെ ആരും കാണാതെ ഞാൻ ഒരു ചിത്രം വരച്ചു എന്ന് പറഞ്ഞാലേ അത് എൻ്റെ ഡ്രോയിങ് ആവുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ മണ്ടത്തരാണ്. നിങ്ങൾക്കിങ്ങനെ വരക്കാം, നോ പ്രോബ്ലം, നല്ലത് തന്നെ. പക്ഷെ നിങ്ങളൊരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളത് റെഫറൻസ് വെച്ചിട്ടേ പഠിക്കാവും. വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പോലും മോഡലുകൾ നിർത്തിയിട്ടാണ് അവർ ഡ്രോയിങ് പഠിക്കുന്നതും ചെയ്യുന്നത് പോലും. പല പെയിൻറ്റിങ്ങുകളും മോഡൽസിനെ ആർട്ട് മോഡലുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് ഇതിൽ ലജ്ജിക്കുന്നത്? അപ്പോൾ റെഫറൻസ് ഇസ് എ മസ്റ്റ്. ഓക്കെ, റെഫറൻസ് നിർബന്ധമാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു പിക്ചർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു മോഡൽ ഉണ്ടായിരിക്കണം. ഒന്നും കാണാതെ നിങ്ങൾ ഓർമ്മയിൽ നിന്നെടുത്ത് വരച്ചിട്ടൊരു കാര്യമില്ല. ഒരു റൂമിനുള്ളിലിരുന്ന് പേപ്പറും പെൻസിലും എടുത്ത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എവിടെ എത്താൻ പോകുന്നില്ല. ആർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഇമാജിനേഷൻ അല്ല. ആർട്ട് ഈസ് നോട്ട് ഇമാജിനേഷൻ, ബട്ട് ആർട്ട് ഈസ് ഇമിറ്റേഷൻ എന്നാണ് പറയുക. അനുകരണമാണ് കല. മനുഷ്യനൊന്നും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി ഉള്ള സംഗതികളെ പുനരാവിഷ്കരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും റെഫറൻസ് മുന്നിൽ വെച്ചുകൊണ്ടേ നിങ്ങൾ വരച്ച് പഠിക്കാവൂ. ഓക്കെ, നിങ്ങൾ പഠിച്ച് പിന്നെ നിങ്ങൾക്ക് റെഫറൻസുകൾ ഒഴിവാക്കാം. വൊക്കാബുലറി ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ബ്രെയിനിൽ നിങ്ങൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കിയിട്ട് കാണാതെ വരക്കാം, നോ പ്രോബ്ലം. അങ്ങനെ തന്നെയാണ് അത് വരേണ്ടത്. പക്ഷേ സ്റ്റുഡൻറ്റ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒറിജിനൽ മോഡലുകളെ നന്നായിട്ട് ആശ്രയിക്കാം, ഇൻ്റർനെറ്റിനെ ആശ്രയിക്കാം. ഇത് രണ്ടുമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കഥാപുസ്തകങ്ങൾ, ഇല്ലസ്ട്രേഷനിൽ അല്ലെങ്കിൽ പത്രങ്ങളിൽ വരുന്ന ഫോട്ടോസ്, അല്ലെങ്കിൽ പോസ്റ്ററുകൾ കാണുന്ന ഫോട്ടോസ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഇരുത്തിയിട്ടൊക്കെ നിങ്ങൾക്ക് വരച്ച് സ്കെച്ച് ചെയ്ത് പഠിക്കാവുന്നതാണ്. അങ്ങനെയാണ് പഠിക്കേണ്ടതും. റെഫറൻസുകൾ ഉപയോഗിക്കൽ നിർബന്ധമാണ്. അത് നിങ്ങളൊരു എന്താ പറയുക, അതിൽ ഒരു മോശവും നിങ്ങൾ ആരും കരുതേണ്ടതില്ല. ചില ആളുകൾ പറയും അവരുടെ ശൈലി നമ്മളെ ഡ്രോയിങ്ങിനെ ബാധിച്ചാലോ. അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡ്രോയിങ് നിങ്ങൾ പഠിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിലേക്ക് നിങ്ങൾ വരിക തന്നെ ചെയ്യും. ഓക്കെ, നിങ്ങൾ എല്ലാ കാലത്തും അയാളത് നോക്കി വരക്കാനാണ് തീരുമാനിച്ചെങ്കിലൊക്കെ അത് അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഒരാളെ മാത്രമായിരിക്കില്ലല്ലോ നോക്കുക. എല്ലാം നമ്മൾ റെഫർ ചെയ്ത് പഠിക്കുമ്പോൾ അവസാനം നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റൈൽ ഉണ്ടായി വരികയും ചെയ്യും. സോ നിങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് ബേർഡ്സിൻ്റെ റെഫറൻസ് എടുക്കാം, നിങ്ങൾക്ക് ഡക്ക് എടുക്കാം, താറാവ് എടുക്കാം. പക്ഷികളാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആരെയും എടുക്കാനോ പ്രോബ്ലം. നിങ്ങൾ ഹ്യൂമൻ ഫിഗറിനെ നോക്കാം. എവിടെയും നിങ്ങൾ ഫിനിഷിങ്ങിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ടതില്ല. ജസ്റ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്കെച്ചിങ്. ഓക്കെ, മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല, ഓൺലി സ്കെച്ചിങ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സസൈസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ പേപ്പർ എടുക്കുക. എങ്ങനെ ചെയ്യാം, ഞാനൊരു രൂപം പറഞ്ഞുതരാം എങ്ങനെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എങ്ങനെ ചെയ്യാം. ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ കാക്കയുടെ പിക്ചർ, ക്രൗ ഒരു 4 ഇങ്ങനെ ആദ്യത്തെ റോയിൽ 4 2 നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് വലുതാക്കി വരക്കുന്നതാണ് നന്നാവുക. അങ്ങനെ ഈ 2 വീതം വരക്കുക. അങ്ങനെ ഒരു പേജിൽ ഒരു 8 കാക്ക. ആ പേജിൻ്റെ അങ്ങേ സൈഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, മറുപുറം യൂസ് ചെയ്യാം. അവിടെയും ഒരു 8 കാക്ക. പിന്നെ അടുത്ത പേജ് എടുക്കുക, വേറെ ഏതോ ഒരു ബേർഡ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 5 പേജ് നിങ്ങൾ ഇന്ന ദിവസം ഞാൻ പൂർത്തീകരിക്കും, അടുത്ത ദിവസം ഒരു 5 പേജിൻ്റെ അപ്പുറം ഇപ്പുറം ഞാൻ വേറൊരു പക്ഷിയെ വരച്ചിരിക്കും. അതങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്കെച്ചിങ് എന്ന് പറയുന്ന ആ ഒരു കല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വരും. അതുകൊണ്ട് പെട്ടെന്ന് ഒരു കാക്കയെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് 10 സെക്കൻഡ് കൊണ്ട് ഒരു കാക്കയെ സ്കെച്ച് ചെയ്യുന്ന വേഗതയിലേക്ക് നിങ്ങൾക്ക് എത്താം. അതിനോട് കൂടെ തന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ച ഓവൽ ഷേപ്പ്, ഈ ഒരു എക്സസൈസ് നമ്മൾ പഠിച്ചു അല്ലേ? അതിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സസൈസും കൂടെ ഞാൻ പറഞ്ഞു തരാം. അത് നല്ലൊരു എക്സസൈസാണ്. അതുപോലെ നമ്മുടെ ഡ്രോയിങ്ങിൽ ലൈനുകൾ ഇങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോകാം, ഏത് ഡയറക്ഷനിലേക്കും ലൈന് പോകാം. അപ്പോൾ പൊതുവേ കണ്ടുവരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടുന്നത് നമുക്ക് നേരെ വരുന്ന, അപ്പോൾ പേപ്പർ ഞാൻ ഈ സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് നേരെ ഞാൻ വരക്കുന്ന ലൈനുകളിൽ എനിക്ക് കൂടുതൽ കൺട്രോൾ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് കാണാം പാരലലായിട്ട് എനിക്ക് ലൈനുകൾ വരക്കാൻ കഴിയുന്നുണ്ട്, മോർ കൺട്രോൾ ഉണ്ടാവും. അതേസമയം എനിക്ക് എതിരെ പോകുന്ന അങ്ങോട്ട് ഞാൻ വരച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈനുകളുടെ കൺട്രോൾ കുറവാണ്, ലെസ് കൺട്രോളാണ് ലൈനുകൾക്കുള്ളത്.
അപ്പോൾ ലൈനുകൾ നമ്മുടെ നേരേക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മൾ വിചാരിക്കുന്നിടത്തുകൂടെ നമുക്ക് ലൈന് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വരക്കുമ്പോൾ നമ്മുടെ പേപ്പർ നിങ്ങൾ വരക്കുകയാണ്. അപ്പോൾ ഒരു ലൈൻ നിങ്ങൾക്ക് ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടാണ് വരക്കുന്നത്, നമുക്ക് നേരെയാണല്ലോ കൂടുതൽ കൺട്രോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കൺട്രോൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, പേപ്പർ തിരിച്ചു പിടിച്ചിട്ട് ആ ലൈന് ഇങ്ങനെ ഇങ്ങോട്ട് വരക്കാവുന്നതാണ്. സോ നിങ്ങളുടെ പ്രാക്ടീസിങ് മെത്തേഡുകളിൽ ഓവൽ ഷേപ്പിനൊപ്പം തന്നെ ഇങ്ങനെ നമുക്ക് നേരെ വരുന്ന രൂപത്തിൽ ലൈനുകൾ പാരലലായിട്ട് വരക്കാൻ ശ്രമിച്ചിട്ട് ആ ഒരു ലൈൻ വരക്കുന്നതിൽ കൺട്രോൾ നിങ്ങൾ കൂട്ടുക. കൂടുതൽ കൺട്രോൾ നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ലൈനുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യും. സോ ഇറ്റ്സ് അപ്പോൺ യു. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് ഫ്രം ദിസ് വീഡിയോ. മലയാളം ട്യൂട്ടോറിയൽസിൽ കൂടുതൽ സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ടും ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ടും കൂടുതൽ ട്യൂട്ടോറിയലുകൾ ഇനിയും വരുന്നതാണ്. ഇഷ്ടംപോലെ ട്യൂട്ടോറിയലുകൾ വരുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.